ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് മാർച്ച് മാസം 11 തിങ്കളാഴ്ച, നോമ്പിൽ 23 ദിനം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു. കീ വേഴ്സായി 24-ാമത്തെ വാക്യം തിരഞ്ഞെടുക്കുകയാണ്. Everyone then who hears these words of mine and does will be like a wise man who built his house on the rock. ആകയാൽ ഈ വചനങ്ങളെ കേട്ട് പണിയുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വളരെ പരിചിതമാണ് നമുക്ക് ഈ യേശു കർത്താവിൻ്റെ ഈ വാക്കുകൾ. ഗിരിപ്രഭാഷണത്തിൻ്റെ ഉപസംഹാരമായിട്ടാണ് യേശു കർത്താവ് ഈ ഒരു കാര്യം തൻ്റെ അനുവാചകരോട് പങ്കുവയ്ക്കുന്നത്. 2 സുപ്രധാനമായ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, വ്യാജ നേതൃത്വം, സഭയ്ക്കകത്തും പുറത്തും ഇത് സംഭവിക്കാം. 2, ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വിചാരബോധത്തോടുകൂടെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജാഗരൂകമായി തീരണമെന്ന് യേശു കർത്താവ് അവരെ പഠിപ്പിക്കുക. ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിലാണ് പ്രവചിക്കുന്നത്, ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചു, ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്തു എന്നിങ്ങനെയുള്ള അവകാശവാദവുമായി വരുന്ന അനേകർ നിങ്ങൾക്കെതിരെ വരും. അത്തരം സാഹചര്യങ്ങളിൽ പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം. പല സന്ദർഭങ്ങളിലും കർത്താവേ കർത്താവേ എന്ന് 1000 വട്ടം പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സ്വരം നിരന്തരം കേൾക്കുകയും ചെയ്താൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ തീരുമാനം നടപ്പാക്കുന്നവരാകണമെന്ന് യേശു കർത്താവ് തൻ്റെ ഉപസംഹാരത്തിലൂടെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ തീരുമാനം നടപ്പാക്കുന്നവരായി മാറണം. യേശു കർത്താവ് ഈ ഒരു കാര്യം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരെ പോലെ ആകണമെന്നുള്ള ഈ ഒരു കാര്യം പറയുന്നതിൻ്റെ ആത്യന്തികമായ ഒരു കാരണം, ഇതിനു മുമ്പ് ആവർത്തന പുസ്തകം 30-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള ഭാഗത്ത് മോശ തൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്. ഐ ഹാവ് സെറ്റ് ബിഫോർ യു ടുഡേ ലൈഫ് ആൻഡ് ഗുഡ്, ഈവിൾ ആൻഡ് ഡെഡ്. ഞാനിത് നിങ്ങൾക്ക് മുമ്പിൽ വെക്കുക, നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറയുക. പക്ഷേ യേശു കർത്താവ് ഒരു പടി കൂടെ കടന്നു പറയുകയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യരെ പോലെ ആകണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വല്ലാത്ത തകർച്ചയിലേക്ക് എത്തപ്പെടും എന്നത് പറയുക. അവർ ഇതുവരെയും കേട്ട വിശദീകരണങ്ങൾ പോലെയല്ല യേശു കർത്താവ് ദൈവവചനത്തെ പങ്കുവച്ചത്. അവരുടെ ജീവിത പരിസരങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിത സാഹചര്യങ്ങളെ അടയാളപ്പെടുത്തുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കേൾവിക്കാരുടെ ഉള്ളിൽ സംശയം ജനിപ്പിക്കുകയും ആ സംശയം വീണ്ടും അതൊരു പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ അതിനെ രൂപപ്പെടുത്തുകയും ചെയ്ത പ്രഭാഷണ ശകലങ്ങളായിരുന്നു യേശു കർത്താവിൻ്റെ അതിരത്തിൽ നിന്ന് ഉതിർന്നു വീണത്. അത്തരം വാക്കുകൾ അവരെ ഒരു പുതിയ ദിശാബോധത്തിലേക്കും ജീവിതത്തിൻ്റെ സമഗ്രം തേടാനുള്ള ഒരു പുതിയ മനോഭാവത്തിലേക്കും അവരെ കൈപിടിച്ച് നയിച്ചു എന്നത് തർക്കരഹിതമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഉപമാനം ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, പലസ്തീനിൽ വീട് വെക്കാൻ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ പരിചയസമ്പന്നരല്ലാത്ത ആളുകൾക്ക് അബദ്ധം പറ്റുമായിരുന്നു. വേനൽക്കാലത്ത് ചെന്ന് നോക്കുമ്പോൾ ഉറച്ച മണ്ണാണ് എന്ന വിചാരബോധത്തോടുകൂടെ ചെന്ന് അവിടെ വീട് പണിയുമ്പോൾ മഴക്കാലത്ത് വെള്ളം കുത്തിയൊഴുകുന്ന തോടായിട്ട് ആ സ്ഥലം മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ പാറ കാണുന്നവരെ കുഴിച്ച് പാറയിൽ വീട് പണിതാൽ വെള്ളപ്പൊക്കത്തെയും കുത്തൊഴുക്കിനെയും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു. 2 കാര്യം വളരെ കൃത്യമായി യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിലൂടെ അതിൻ്റെ ഉപസംഹാരത്തിലൂടെ പറയുന്നുണ്ട്. 1, കേൾക്കണം, 2, അനുസരിക്കണം.
പലപ്പോഴും പ്രഭാഷണങ്ങൾ കേൾവിയുടെ തലത്തിൽ മാത്രമാണുള്ളത്, അതിൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് എത്തപ്പെടുന്നില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രഭാഷണം കേൾക്കുക മാത്രമല്ല, അനുസരിക്കുകയോട് ചെയ്തെങ്കിൽ ഈ ലോകം എത്രമാത്രം നന്നായേനെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവരായ നാം ഓരോരുത്തരും എത്രയോ നല്ല അനുഭവത്തിലേക്ക് എത്തപ്പെട്ടവർ. പാറമേൽ വീട് പണിതു എന്ന് പറയുമ്പോൾ അതിനൊരു വേദാന്ത ഭാവം ഉണ്ട് എന്നത് തന്നെ നമുക്കിതിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിങ്ങൾ അറിഞ്ഞ സത്യത്തെ യഥാർത്ഥമായി സ്വീകരിക്കുകയും യഥാർത്ഥമായി ഉൾക്കൊള്ളുകയും ആ സത്യത്തിൽ അധിഷ്ഠിതമായ ജീവിതക്രമത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കുകയും ചെയ്താൽ ആ ബലം നിങ്ങളെ സൂക്ഷിക്കുകയും ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ നിലനിർത്തുകയും ചെയ്യുമെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശു കർത്താവ് ഒരു വേള ഇങ്ങനെ പറഞ്ഞു വെച്ചു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ് എന്ന് പറയുകയുണ്ടായി. അതായത് ദൈവാനുഭവത്തോട് ചേർന്ന് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ കേട്ട ക്രിസ്തു വചനങ്ങളെ നെഞ്ചോട് ചേർക്കുകയും ആ ക്രിസ്തുവിൻ്റെ അതേ ഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുന്ന നിറവിലേക്ക് നടന്നെടുക്കുമ്പോഴാണ് ഈ പാറമേൽ ബുദ്ധിയുള്ള വീട് പണിത മനുഷ്യനെ പോലെ ആവുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ജീവിതത്തിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങളിൽ കെട്ടിപ്പടുക്കുന്ന അടിസ്ഥാനമെന്ന് പറയുന്നത് അത് ശാശ്വതമായ ഒരു കാര്യമാണ്. എല്ലാ കാലത്തും മനുഷ്യനെ ഓരോ തരത്തിലുള്ള ഫിലോസഫികൾ സ്വാധീനിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ നമ്മളെ പല സന്ദർഭങ്ങളിൽ സ്വാധീനിക്കാറുണ്ട്. എന്നാൽ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൻ്റെ സമഗ്രത കണ്ടെത്താൻ കഴിയുന്ന യേശു കർത്താവ് പറഞ്ഞ ഈ വാക്കുകളെ ആഴമായി ധ്യാനിക്കുകയും അതിൻ്റെ അർത്ഥ പൊരുളുകളെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് അവയോട് സമരസപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ, അത് ജ്ഞാനമായി തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ക്ലിഷ്ടമായ അരികുകളിൽ നിന്ന് ജീവിതത്തെ നോക്കിക്കാണാനല്ല കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. മറിച്ച് പ്രതിസന്ധികളുടെ മധ്യത്തിലേക്ക് കടന്നു വരുവാനും നമ്മെ രൂപപ്പെടുത്തിയ, നമ്മെ ക്രമപ്പെടുത്തിയ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇളകാതെ നിൽക്കാനുമായിട്ടാണ് യേശു കർത്താവ് പറയുന്നത്. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, മണലിൽ വീട് പണിത മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. മണലിൽ വീട് പണിതവന് അവിടെ പറയുന്നത് അത് അവൻ്റെ വീഴ്ച വലിയ നാശമായിരുന്നു. രണ്ടുപേരും പണിതത് ഒരേ കെട്ടിടം തന്നെയാണ്, പക്ഷേ അടിസ്ഥാനമാണ് ഏറ്റവും അധികം പ്രധാനം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു ക്രൈസ്തവനായി ജീവിക്കുമ്പോൾ ക്രിസ്തുധർമ്മത്തിൻ്റെ ആന്തരികമായ പാഠം നമ്മൾ ഉൾക്കൊണ്ടില്ല എങ്കിൽ നമ്മൾ ചഞ്ചലചിത്തരായി പോകും. ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതും ഈ ലോകത്തിൽ ദൈവരാജ്യ അനുഭവത്തിനായി നിലകൊള്ളണമെന്ന് നമ്മളെ പ്രബോധിപ്പിച്ചതും കേവലം ഒരു കേൾവിയായി മാത്രം നിലനിന്നാൽ അതൊരിക്കലും അതിൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് എത്തുകയില്ല എന്നും നമ്മുടെ ജീവിതത്തെ അത് ത്രാണനം ചെയ്ത് നിലനിർത്തില്ല എന്ന ബോധ്യത്തോടുകൂടി ആയിരിക്കണം ഈ നാളുകളിൽ നമ്മൾ നിലനിൽക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞ സത്യത്തിൽ അധിഷ്ഠിതമായ ജീവിതക്രമമാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്. ഒരുപാട് തിരുത്തലുകൾ, ഒരുപാട് നമ്മുടെ ആശയങ്ങളെ തകർത്ത് കളയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായേക്കാം. പലവിധമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ടേക്കാം. എന്നാൽ നിങ്ങൾ പണിത ഉറച്ച വീട് പോലെ തന്നെ നിങ്ങളുടെ ഉള്ളും നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ അറിഞ്ഞ ജ്ഞാനം അത്തരത്തിൽ നിലനിൽക്കണം. അതിനെ കേവലമായ ചില വാക്കുകളിൽ തകർത്ത് കളയാനായിട്ടുള്ള ജീവിതാന്ത്യത്തോളം അതേ ആത്മാവിനാൽ, അതേ അനുഭവത്തിൽ, അതേ നിറവിനാൽ, അതേ ജ്ഞാനബോധത്തോടുകൂടെ നിൽക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ഈ ജീവിതക്രമത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടുന്ന ആത്മപാഠങ്ങളെ കണ്ടെത്തിയില്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമെന്ന് തിരിച്ചറിയണം. ഈ നോമ്പുകാലം വചനത്തിൻ്റെ ആഴങ്ങളെ തിരയുവാനും ആഴത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ലഭിക്കുന്ന അവസരമാണ്.
നമ്മൾ ക്രൂശിലേക്കുള്ള നമ്മുടെ പ്രയാണ വഴികളിൽ ഈ തിരിച്ചറിവോടുകൂടെ സഞ്ചരിച്ചാൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൻ്റെ സമഗ്രത കണ്ടെത്താൻ കഴിയും. അതിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. വചനത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും അടിസ്ഥാനമിടുകയും ചെയ്യുന്ന ദൈവമേ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളുകൾ ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ, അധ്വാനിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിച്ചറിഞ്ഞ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും അതിന് യോഗ്യമായ ഫലം കായ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങളെ വഴി നടത്തണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.